ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന്റെ അവസാനം എപ്പോഴാണ്, ആ ഒരു കാത്തിരിപ്പിന് അവസാനം ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്തു പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിന്റെ അവസാനം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, ആ ഒരു കാത്തിരിപ്പിന്റെ അവസാനം എപ്പോഴാണ് ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു കാര്യത്തിന്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമോ? അങ്ങനെ എത്തുവാണെങ്കിൽ അത് എപ്പോഴത്തേക്ക് എത്തും, ആ ഒരു കാത്തിരിപ്പ് എന്ന് അവസാനിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. സെക്കൻഡ് കാർഡ് ടെമ്പറൻസ് കാർഡാണ്. 6 ഓഫ് സോർഡ്സ്, Knight of Wands, 3 of Pentacles, 5 of Pentacles, King of Cups, Justice card, the Emperor, 6 of Cups, 8 of Wands and the Empress കാർഡാണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. ഏസ് ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിന്റെ അവസാനം എപ്പോഴാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലേക്ക് എത്തിയത് തികച്ചും ഒരു യാദൃശികമായിട്ടല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെ നാളായിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഒരു മെസ്സേജിനോ ഒരു കോളിനോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേരലിനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെയോ കാത്തിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ പറയുന്നത് ഈ കാത്തിരിപ്പ് വെറുതെയല്ല, പക്ഷെ യൂണിവേഴ്സ് നിങ്ങളെ ഒരു പ്രത്യേക സമയത്തേക്ക് തയ്യാറാക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ആദ്യ കാർഡ് തന്നെ വളരെ മനോഹരമായ ഒരു പ്രതീക്ഷയുടെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ വാർത്ത ആദ്യം കടന്നു വരും, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ വെളിച്ചം പോലെ അത് കടന്നു വരും. അതൊരു മെസ്സേജ് ആകാം, ഒരു ഫോൺ കോൾ ആകാം, ചിലപ്പോൾ ഒരു സോറി പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു സമീപനമാകാം, ഒരു പുതിയ അവസരവും ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോ ഈ ഒരു സമയം വരെ എല്ലാം ഒരു സൈലന്റ് ആയിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ പോലും ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു സൈലൻസ് എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആദ്യം വലിയ ഒരു മാറ്റമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ചെറിയൊരു എന്താ പറയാ, ഒരു അടയാളം, ഒരു സിഗ്നൽ എന്ന പോലെയുള്ള മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും. പക്ഷെ ആ ഒരു ചെറിയ സിഗ്നലാണ് പിന്നീട് വലിയൊരു ജീവിതത്തിൽ വലിയൊരു മാറ്റമായിട്ട് സന്തോഷം നിങ്ങൾക്ക് തരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സെക്കൻഡ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നത് ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പം യൂണിവേഴ്സ് ഈ ഒരു ടെമ്പറൻസ് കാർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനിയും അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കണം. ഈ ഒരു കാത്തിരിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ എത്താനായിട്ട് അല്പം കൂടി നിങ്ങൾക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എല്ലാം ഒരു ഇൻവിസിബിൾ ലെവലിൽ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നും കാരണം ഫ്രണ്ടിലായിട്ട് ഒന്നും നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാകുന്നതായിട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാം അവസാനിച്ച പോലെയാണ് തോന്നുന്നത്. യാതൊരുവിധ കാര്യങ്ങളും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും അവിടെ നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കപ്പോൾ നോക്കുമ്പോൾ ഒന്നും നടക്കാത്ത പോലെ തോന്നാം. പക്ഷെ രണ്ട് മനുഷ്യരുടെ ജീവിതവും സാഹചര്യവും സമയവും ഒറ്റ വരിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പ്രവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ രണ്ട് മനുഷ്യരുടെ ജീവിതങ്ങൾ ഒരേ വഴിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷൻസ് മാറ്റണം, അതിനിടയിലുള്ള പ്രശ്നങ്ങൾ മാറ്റണം, അതിനിടയിലുള്ള വസ്തുക്കൾ മാറ്റണം, ആളുകളെ മാറ്റണം. എല്ലാം മാറ്റിയതിന് ശേഷം അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് സമയം യൂണിവേഴ്സിന് ആവശ്യമാണ്. ആ ഒരു സമയമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നുള്ളതാണ്. അപ്പം
അപ്പോൾ ഇത് ഡിലേ ആകുന്നില്ല എന്നുള്ള ഒരു കാര്യം ഓർക്കുക. ഒത്തിരി ഡിലേ ആകത്തില്ല, എന്നാലും കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഇനി ഒരിക്കലും ഇവരൊന്നും കണ്ടുമുട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ലൈഫിൽ വിട്ടുകളഞ്ഞ വ്യക്തികൾ കുറെ നാളുകൾക്ക് ശേഷം ഒരു ചാൻസസും ഇല്ലാതിരിക്കുമ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് അത് അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകാനും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക. ഇതൊക്കെ യൂണിവേഴ്സ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു സാഹചര്യം ക്രിയേറ്റ് ആവുകയും ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തിയിലേക്കോ സാഹചര്യത്തിലേക്കോ ഒക്കെ നമ്മൾ ചെന്നെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് പറയുന്നത് വേദനയുടെ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു വേദനയാകുന്ന ആ ഒരു കടലിന്റെ ആ ഒരു തീരത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ച ആ ഒരു നിരാശ, കരച്ചിൽ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതെല്ലാം പതിയെ പതിയെ അവസാനത്തിലേക്ക് പോകുന്നു, തീരത്തേക്ക് അടുക്കുകയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി ജീവിതം അല്പാൽപമായിട്ട് ഒരു ശാന്തമാകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ആകും. ഒരു പുതിയ അധ്യായത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. കരയ്ക്കടുക്കുന്നു, ജീവിതം രക്ഷപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഇവിടെ എനർജി പെട്ടെന്ന് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരാൾ വളരെ വേഗത്തിൽ നിങ്ങളെ സമീപിക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ മിണ്ടാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ സൈലൻസിലാണ്, സംസാരിച്ചിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് ആ വ്യക്തി അയക്കും. അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതായത് ഒരു മൂവ്മെന്റ്സ്, ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ നമുക്ക് കിട്ടുന്നത് 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. 3 ഓഫ് പെന്റക്കിൾസ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്ന് ഒന്ന് സംസാരിക്കേണ്ട ഒരു സമയം വരും. അങ്ങനെ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷൻസിന്റെ ആ ഒരു കുറവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി കരിയറിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ഒരു ടീം വർക്ക് വഴി പുതിയൊരു അവസരം, അതായത് കുറെ ആളുകളുടെ കൂടെ ചേർന്ന് പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു കോളോ മെസ്സേജോ ഒക്കെ ആയിട്ട് വരുന്നത് ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു കോളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ ഒരു പ്രൊമോഷൻ അറിയിച്ചുകൊണ്ടുള്ള ഒരു കോളോ മെസ്സേജോ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു കോളോ മെസ്സേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായ ഒരു ആളുകൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സമയം ഇപ്പോൾ ഇനി അവസാനിക്കുകയാണ്. ആ ഒരു സാഹചര്യം അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡുകൾ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് കാണാൻ പറ്റും. യൂണിവേഴ്സും ഇവിടെ ആ ഒരു പഴയ വേദന ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാത്തിരിപ്പ് നിങ്ങളെ ഒരുപാട് തകർത്ത് കളഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയധികം വേദനകളും വിഷമങ്ങളും വരുന്നു? ബാക്കി നമ്മൾ ചുറ്റുമുള്ള ആളുകളെയൊക്കെ നോക്കുമ്പോൾ അവർ വളരെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലായിക്കോട്ടെ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയുള്ളത് എന്നൊരു ചോദ്യം ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിരിക്കാം. പക്ഷെ ഈ ഒരു കാർഡ് ഒരു ടേണിംഗ് പോയിന്റ് കൂടിയാണ്. കാരണം ഈ വേദന കഴിഞ്ഞാണ് അടുത്ത കാർഡുകളെല്ലാം പോസിറ്റീവായ കാർഡുകളാണ് വരുന്നത്. അപ്പം ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് കിങ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇവിടെ ഒരു പക്വമായിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജി ഈ ഒരു കാർഡിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ആ ഒരു പുതിയ വ്യക്തി ഈ ഒരു ഇമോഷൻസ് ഒളിപ്പിക്കാതെ സംസാരിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു പേഴ്സൺ ആകും എന്നാണ് കാർഡുകൾ പറയുന്നത്. അല്ലെങ്കിൽ ഇനി ആ ഒരു പേഴ്സൺ ഇത്രയും നാളും ഇമോഷൻസ് ഒളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ ആ ഒരു ഇമോഷൻസ്, അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹവും കെയറും കാര്യങ്ങളും എല്ലാം അവർ പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. അപ്പോൾ ഫീലിങ്സ് എപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു ഫീലിങ്സുകൾ സ്റ്റേബിൾ ആകാനായിട്ട് പോകുന്നു എന്നുള്ളതും, അവരിപ്പോൾ പഴയതുപോലെ ഒരു ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ മാറ്റി, ബിഹേവിയർ ഒക്കെ മാറ്റിയിട്ട് നല്ല ചിന്തിച്ചിട്ട് സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് ജസ്റ്റിസ് കാർഡാണ്. ഇത് ഒരു കർമ്മ കാർഡാണ്. നിങ്ങൾക്ക് ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമം, നിരാശ, ഡിപ്രഷൻ, അങ്ങനെ വിഷമം, വേദന എന്ത് സംഭവിച്ചിട്ടുണ്ടോ, ഒരു അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബാലൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരികെ നൽകിയിരിക്കും.
അതായത് ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ ഓർത്തിട്ടാണോ കരഞ്ഞത്, നിങ്ങളുടെ സത്യസന്ധമായ ഒരു സ്നേഹം, ഇതെല്ലാം യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ജസ്റ്റിസ് കാർഡിലൂടെ പറയുന്നത്. പക്ഷെ അത് ഒരു റൈറ്റ് ടൈമിൽ, ശരിയായ സമയത്ത് ആ ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിടെ യൂണിവേഴ്സ് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ദ എംപറർ കാർഡാണ്. എംപറർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു എംപറർ കാർഡിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. എപ്പോഴും ആ ഒരു രീതിയിലാണ് ഈ എംപറർ കാർഡ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ച ഒരു തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഇതാണ് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ ബന്ധത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കരിയർ ആണെങ്കിൽ ഒരു കരിയറിൽ ഒരു സ്ഥിരത, പ്രൊമോഷനൊക്കെ കിട്ടി നല്ലൊരു ലെവലിലേക്ക് ഉയർന്നു പോയി അവിടെ ഒരു പിടിച്ചു നിൽപ്പുണ്ടാകും എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും, ലൈഫിന് നല്ല രീതിയിലുള്ള ഒരു കൺട്രോൾ ലഭിക്കും, ബാലൻസ് കിട്ടും. അതോടൊപ്പം തന്നെ കൺഫ്യൂഷൻസ് ഒക്കെ ഒത്തിരി കുറയും. കാരണം നമുക്കൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ജോബിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഒത്തിരി കൺഫ്യൂഷൻസ് കുറയും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നൊരു കാർഡ് 6 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു റീയൂണിയൻ എനർജിയാണ്. പാസ്റ്റ് പേഴ്സൺ, അതായത് പാസ്റ്റിൽ നിങ്ങളോട് കൂടി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ വീണ്ടും വരാനുള്ള സാധ്യത പലർക്കും ഈ ഒരു കാർഡിലൂടെ കാണുന്നുണ്ട്. ഓർമ്മകൾ വീണ്ടും ഉണർന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർന്ന് നിങ്ങൾക്ക് എപ്പോഴും, ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ഓർമ്മകളിൽ തന്നെയൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും ആ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഓർമ്മകൾ ഒത്തിരി ആ ഒരു വ്യക്തിയെ വേട്ടയാടുകയും അർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ ആ പഴയ ബന്ധം വീണ്ടും വേണം, വീണ്ടും സംസാരിക്കണം. ചിലർക്ക് ഇതൊരു ചൈൽഡ്ഹുഡ് ഡ്രീംസ് സഫലമാകുന്നത് പോലെയൊക്കെ കാണാം. അതായത് ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം, കുറേ നാളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിനുശേഷം ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു, ഇപ്പൊ ഒരു സൈലന്റിലേക്കൊക്കെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇതൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പഴയത് തിരികെ വരുമ്പോൾ അതിന് പുതിയൊരു ബോധ്യവും പക്വതയും ഒക്കെ കൈക്കൊണ്ടുകൊണ്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻഡ്സ് ആണ്. ഇതാ ഒരു സ്പീഡ് കാർഡാണ് എന്ന് നമുക്ക് പറയാം. അത് ഇത്രയും നേരം നമുക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാം ഡിലേ ആണ്, ടൈം എടുക്കും അങ്ങനെയാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു സ്പീഡ് കാർഡാണ്. ഡിലേ അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് എന്ത് ഇവന്റ് ആണോ നടക്കാനായിട്ട് പോകുന്നത്, അല്ലെ എന്ത് കാര്യങ്ങളാർക്ക് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്, അത് വളരെ വേഗത്തിൽ നടക്കും എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു പേഴ്സൺ എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കാം, അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരും. ഒരു കോൾ, ഒരു പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഒന്ന് സംസാരിക്കണം, അവരുടെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കോള് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു മീറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ഒന്നുള്ള ഒരു ഓഫർ ആയിരിക്കാം. ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ നടക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആ ഒരു പറയുന്ന, അല്ലെങ്കിൽ എനിക്കൊരു സമയം ഉണ്ടാകുമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സമയം വരും എന്നുള്ളതാണ്. അപ്പം ഇത്ര നാളും ഒന്നും നടന്നിട്ടില്ല, ഇപ്പോ എല്ലാം ഒരുമിച്ച് നടക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് ചിന്തിക്കും. കാരണം അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അത്രയ്ക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമല്ല, കുറേ അധികം കാര്യങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ നമുക്കിവിടെ ദ എംപ്രസ് കാർഡ് ഉണ്ട്. ഇതാണ് ഒരു അബണ്ടൻസ് കാർഡാണ്. ലവ്, ഗ്രോത്ത്, ബ്ലെസ്സിങ്, ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതം വീണ്ടും പൂക്കാനായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിലേഷൻഷിപ്പ് വളരെ ശക്തമാകും. വിവാഹ സാധ്യത വരെ ചിലർക്കുണ്ട്. വിവാഹമൊക്കെ നടക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. കരിയറിൽ വളർച്ച ഉണ്ടാകും, മണി ഫ്ലോ മെച്ചപ്പെടും, മെന്റൽ പീസ് തിരികെ വരും. നിങ്ങളുടെ ആ ഒരു സെൽഫ് വർത്ത്, ആ ഒരു സെൽഫ് വാല്യൂ വളരെ ഉയരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ലാസ്റ്റിലേക്ക് വരുന്ന കാർഡുകളെല്ലാം നല്ല പോസിറ്റീവ് കാർഡുകളാണ്. ഏസ് ഓഫ് സോൾസ് ആണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള മാസ്റ്റർ കാർഡ്. ഇതാണ് ശരിക്കും ഫൈനൽ ആയിട്ടുള്ള ആൻസർ പറയുന്ന കാർഡ്. ഇതാണ് കാത്തിരിപ്പിന്റെ അവസാനം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞുള്ള ആൻസർ ആണ്. കാത്തിരിപ്പിന്റെ അവസാനം ഒരു സത്യം തെളിയുന്നു, അല്ലെങ്കിൽ ഒരു സത്യം കടന്നു വരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് എന്നുള്ളതാണ്. ആ ഒരു സത്യം വെളിവാകും നിങ്ങൾക്ക്. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ അവസാനിക്കും. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഡയറക്ഷൻ ലഭിക്കും.
ഒരാൾ തുറന്ന് സംസാരിക്കും നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു സമയത്ത് കഴിയും. ഇനി ഒരു പകുതി സത്യങ്ങൾ മാത്രം അറിയുന്ന ഒരു അവസ്ഥയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇഷ്ടമാണ് ചിലപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ക്ലിയർ ബിഗിനിങ്ങും ന്യൂ സ്റ്റാർട്ടും ആയിരിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറയുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാത്തിരിപ്പിന്റെ അവസാനം എപ്പോഴാണ് എന്ന് നോക്കുമ്പോൾ ഈ സ്പ്രെഡിന്റെ എനർജി പ്രകാരം കാത്തിരിപ്പ് അവസാനിക്കുന്ന ഒരൊറ്റ ദിവസത്തിൽ അല്ല. ആദ്യം നമുക്കിവിടെ പേജ് ഓഫ് കപ്സ് പോലെ ഒരു ചെറിയ വാർത്ത വരും. അതിനുശേഷം നമുക്കിവിടെ നൈറ്റ് ഓഫ് വാൻസ് കാണുന്നുണ്ട്, അതുപോലെ 8 ഓഫ് വാൻസ് കാണിക്കുന്ന ആ ഈ 2 കാർഡ് എന്നുള്ള വേഗത്തിലുള്ള ഒരു മുന്നേറ്റമുണ്ട്. ആദ്യം ചെറിയൊരു വാർത്ത വരും, അതിനുശേഷം അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഹായോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് പെട്ടെന്ന് വേഗത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റിസും ടെമ്പറൻസും ചേർന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ആ ഒരു ഡിവൈൻ സമയം, ആ ഒരു സമയക്രമം പൂർത്തിയായ ഉടൻ കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അപ്പൊ പലർക്കും ഇത് അടുത്ത ഏതാനും ആഴ്ചകളിൽ നിന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടാവുന്ന ഒരു മാറ്റമായിരിക്കാം. എന്നാൽ കൃത്യമായ ഒരു തീയതി നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് ഇവിടെ പറ്റുന്നില്ല. അത് ഓരോരുത്തരെയും സാഹചര്യത്തെയും തീരുമാനത്തെയും ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഫൈനലായിട്ട് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ കാത്തിരുന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അവരൊന്നും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് എനിക്കൊരു വാല്യൂ ഒന്നും അവർ തരുന്നില്ല, മറ്റാരൊക്കെയോ അവർ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവരെ സ്നേഹിച്ചത് വെറുതെ ആയി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഈ ഒരു കാത്തിരിപ്പ് വെറുതെ അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നീ അനുഭവിച്ച ഓരോ കണ്ണുനീരും നിന്റെ ശക്തിയെ വളർത്തി എന്ന് തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നീ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് ശരിയായ സമയത്ത് കൂടുതൽ മനോഹരമായി നിന്നിലേക്ക് തിരികെ വരാം എന്നുള്ള ഒരു കാര്യം കൂടി യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ സ്റ്റോറി ഇതുവരെ അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ നിന്റെ പേഴ്സണലായിട്ടുള്ള സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അവസാനിക്കുന്നത് ആ ഒരു കാത്തിരിപ്പ് മാത്രമാണ്. അപ്പോൾ അവിടെ ആ കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ ആരംഭിക്കുന്നത് പുതിയൊരു അധ്യായം കൂടിയാണ് ലൈഫിൽ. അതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 48 hours എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. ലോങ് ഹെയർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 week എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് കിട്ടുന്നത്. ക്രിക്കറ്റ്, 1977, number 13, letter G, 2004, number 21, number 47, ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈഡിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 12, 1977, 1984, 1976, number 35, 2000, cricket, acting, number 37, ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ്, ലെറ്റർ U, 639, 1981, നമ്പർ 34 ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.